എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമയാണല്ലോ ദേവദൂതൻ. 4K റീമാസ്റ്റർ പതിപ്പിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ദേവദൂതൻ എന്ന സിനിമയ്ക്ക് വമ്പൻ വരവേൽപ്പാണ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത്. ദേവദൂതൻ എന്ന സിനിമ റിലീസിന് മുമ്പ് തന്നെ കേരള ഫൈനൽ പ്രീസിൽ കളക്ഷനായി നേടിയത് 18 ലക്ഷം രൂപയായിരുന്നു. അതേസമയം വേൾഡ് വൈഡ് പ്രീസിൽ കളക്ഷൻ എന്ന് പറയുന്നത് 22 ലക്ഷം രൂപയുമായിരുന്നു. ഇപ്പോൾ ഇത് ദേവദൂതൻ എന്ന സിനിമയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷനും കേരള കളക്ഷനും പുറത്തു വന്നിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് ആദ്യ ദിനം 35 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 55 ലക്ഷം രൂപയുമാണ്. സ്ഫടികം എന്ന സിനിമയ്ക്ക് ശേഷം കേരളത്തിൽ റിലീസ് ചെയ്തിട്ട് ഗംഭീര വരവേൽപ്പ് കിട്ടുന്ന രണ്ടാമത്തെ സിനിമ ഇതിനോടകം തന്നെ ദേവദൂതൻ മാറിയിരിക്കുകയാണ്. ഇന്നും നാളെയുമായി ചിത്രം മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ധനുഷിന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ റായൻ. ധനുഷിനെ നായകനാക്കി ധനുഷ് സംവിധാനം ചെയ്ത് ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ആക്ഷൻ മാസ് സിനിമയാണല്ലോ റായൻ. ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ ദിനം 75 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഗോകുലം മൂവീസ് കേരളത്തിലെ തിയേറ്ററിലേക്ക് എത്തിച്ച റായൻ എന്ന സിനിമയ്ക്ക് മികച്ചൊരു തുടക്കമാണ് കേരള ബോക്സ് ഓഫീസിൽ കിട്ടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ ദിനം 9 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് റായൻ എന്ന സിനിമ 12 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ ദിനം 18 കോടിക്കും മുകളിൽ രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ റായൻ എന്ന സിനിമയ്ക്ക് മികച്ച തുടക്കമാണ് കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലും തുടങ്ങാൻ സാധിച്ചിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ലെവൽ ക്രോസ്. അർഫാസ് അയ്യൂബിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ലെവൽ ക്രോസ്. ചിത്രത്തിന് ആദ്യ ദിനം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിയതെങ്കിൽ പോലും ചിത്രത്തിന് ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ വളരെയധികം കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ ദിനം 28 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മറ്റൊരു സിനിമയാണല്ലോ പഞ്ചായത്ത് ജട്ടി. ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന പഞ്ചായത്ത് ജട്ടി എന്ന സിനിമയ്ക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ പുറത്തുവരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ ദിനം 12 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീനുകളെ ചിത്രത്തിന് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും ചിത്രത്തിന് മികച്ചൊരു കളക്ഷനാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാള സിനിമയാണല്ലോ സീക്രറ്റ്. SN സാമിയുടെ സംവിധാനത്തിൽ ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സീക്രട്ട് എന്ന സിനിമയുടെ ആദ്യ ദിന കേരള കളക്ഷൻ പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രത്തിന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിയതെങ്കിൽ പോലും ചിത്രത്തിന്റെ കളക്ഷൻ വളരെയധികം കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ ദിനം 10 ലക്ഷം രൂപ മാത്രമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നിലവിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും കുറവ് ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമയെ ഇതിനോടകം തന്നെ സീക്രട്ട് മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.